ഹായ് എവ്രിവൺ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ശാസ്ത്രലോകത്തെ ഒരു സൂപ്പർ സ്റ്റാറിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പേര് പോലെ തന്നെ വളരെ രസകരമായ ഒരു തന്മാത്ര, ബക്കിബോൾ. അപ്പോൾ എന്താണ് ഈ ബക്കിബോൾ എന്ന് നമുക്ക് നോക്കാം, അല്ലേ? ഇത് കണ്ടിട്ട് ശരിക്കും ഒരു ഫുട്ബോളാണെന്ന് തോന്നുന്നില്ലേ? പക്ഷേ സംഭവം അതല്ല. ഇത് അതിനേക്കാൾ എത്രയോ സങ്കീർണവും അതിശയകരവുമാണ്. ഈ ചെറിയ രൂപത്തിന് സാങ്കേതികവിദ്യയുടെയും വൈദ്യശാസ്ത്രത്തിന്റെയും ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ശാസ്ത്രീയമായി ഇതിന് വിളിക്കുന്ന പേരാണ് ഫുള്ളറീൻ. സിമ്പിളായി പറഞ്ഞാൽ ശുദ്ധമായ കാർബൺ ആറ്റങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു കൂട് പോലെ ഇരിക്കും ഇതിന്റെ ഘടന. ഇതിലേറ്റവും ഫേമസ് ആയിട്ടുള്ളത് C60 എന്ന രൂപമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ അതിൽ 60 കാർബൺ ആറ്റങ്ങളുണ്ട്. ശരി, അപ്പോൾ എന്തിനാണ് നമ്മളിതിനെ ഒരു സോക്കർ ബോളുമായിട്ട് എപ്പോഴും താരതമ്യം ചെയ്യുന്നത്? വെറുതെ ഒരു രൂപം കൊണ്ട് മാത്രമാണോ? അല്ല, അതിനു പിന്നിൽ വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ട ഒരു കിടിലൻ കഥയുണ്ട്. നമുക്കതിലേക്ക് കിടക്കാം. ഈ പേര് വരുന്നത് ബക്മിൻസ്റ്റർ ഫുള്ളർ എന്നൊരു പ്രശസ്തനായ ആർക്കിടെക്റ്റിൽ നിന്നാണ്. അദ്ദേഹം ഡിസൈൻ ചെയ്ത ജിയോഡസിക് ഡോമുകൾ കണ്ടിട്ടുണ്ടോ? അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ തന്മാത്രയുടെ ഘടനയും ആ ഡോമുകളും തമ്മിൽ നല്ല സാമ്യമുണ്ട്. അതിൽ നിന്നാണ് ഇതിന് ബക്കിബോൾ എന്നൊരു ചെല്ലപ്പേര് വീണത്. എങ്ങനെയുണ്ട്? ഇനി നമുക്ക് ഇതിന്റെ സ്ട്രക്ചറിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കാം. ഇതിൽ കൃത്യമായി 60 കാർബൺ ആറ്റങ്ങളുണ്ട്. ഒരു സാധാരണ ഫുട്ബോൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ ഇതിലും 12 പഞ്ചഭുജങ്ങളും 20 ഷഡ്ഭുജങ്ങളുമുണ്ട്. ഇവയെല്ലാം കൂടിച്ചേർന്ന് പെർഫെക്റ്റായൊരു ഗോളമായി മാറുന്നു. ടെക്നിക്കലായി ഇതിനെ ട്രങ്കേറ്റഡ് ഐക്കസഹെഡ്രോൺ എന്നൊക്കെ പറയും. പേരുകേട്ട് പേടിക്കേണ്ട, സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ഫുട്ബോളിന്റെ അതേ ഷേപ്പ്. അപ്പോൾ ഈ കാണാനുള്ള ഭംഗി മാത്രമല്ല ബക്കിബോളിന്റെ പ്രത്യേകത. ഇതിന് ശരിക്കും പറഞ്ഞാൽ ചില സൂപ്പർ പവറുകൾ തന്നെയുണ്ട്. അതെ, നമുക്കങ്ങനെ തന്നെ വിളിക്കാം. എന്തൊക്കെയാണ് ഈ സൂപ്പർ പവറുകൾ എന്ന് നോക്കിയാലോ? ഒന്നാമത്തേത് ഇതിന്റെ ഒരു രക്ഷയുമില്ലാത്ത കരുത്താണ്. ഒന്നാലോചിച്ച് നോക്കൂ, 3000 അറ്റ്മോസ്ഫിയർ പ്രഷർ. അത്രയും മർദ്ദത്തിൽ ഇതിനെ ഞെരിച്ചമർത്തിയാലും ഒരു കുഴപ്പവുമില്ലാതെ ഇത് പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചുവരും, ഒരു റബ്ബർ ബോൾ ബൗൺസ് ചെയ്യുന്നത് പോലെ. രണ്ടാമത്തെ സൂപ്പർ പവറാണ് ഇതിന്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരത. എന്നുവെച്ചാൽ നല്ല ചൂടോ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷനോ ഒന്നും ഇതിനെ അത്ര പെട്ടെന്നൊന്നും ബാധിക്കില്ല. ഏത് കഠിനമായ സാഹചര്യത്തിലും ഇത് പിടിച്ചു നിൽക്കും. ഇനിയുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു സൂപ്പർ പവർ. ബക്കിബോൾ സാധാരണഗതിയിലെ വൈദ്യുതി കടത്തിവിടില്ല, അതായൊരു ഇൻസുലേറ്ററാണ്. പക്ഷേ ഇതിലേക്ക് കുറച്ച് ആൽക്കലി ലോഹങ്ങൾ ചേർത്താലോ സംഭവം മാറും. അതൊരു സൂപ്പർ കണ്ടക്ടറായി മാറും. എന്നുവെച്ചാൽ ഒരു തരി പോലും നഷ്ടമില്ലാതെ വൈദ്യുതി കടത്തിവിടും. ഈയൊരു കഴിവ്, അതായത് ഇൻസുലേറ്ററായും സൂപ്പർ കണ്ടക്ടറായും മാറാനുള്ള ഈ കഴിവ് ഇലക്ട്രോണിക്സ് ലോകത്ത് ഒരുപാട് സാധ്യതകളാണ് തുറന്നിടുന്നത്. നാലാമത്തേത് പ്രകാശവുമായുള്ള ഇതിന്റെ ഒരു പ്രത്യേക ബന്ധമാണ്. ഇതിനെ പ്രകാശത്തെ ആഗിരണം ചെയ്യാനും അതുപോലെ തന്നെ നിയന്ത്രിക്കാനും ഒരു പ്രത്യേക കഴിവുണ്ട്. ഈയൊരു ഓപ്റ്റിക്കൽ ടാലന്റ് കാരണം ഇതിനെ പലതരം സെൻസറുകളിലും ലൈറ്റുമായി ബന്ധപ്പെട്ട മറ്റുപകരണങ്ങളിലും ഉപയോഗിക്കാൻ പറ്റും. അവസാനത്തെ സൂപ്പർ പവർ ഒരുപക്ഷേ നിങ്ങളെ ഏറ്റവും അതിശയിപ്പിക്കുന്നത് ഇതായിരിക്കും. കാർബണിന്റെ മറ്റു രൂപങ്ങളായ വജ്രം, ഗ്രാഫൈറ്റൊക്കെ ഓർമ്മയില്ലേ? അവയൊന്നും എളുപ്പത്തിൽ ഒരിടത്തും അലിയില്ല. എന്നാൽ നമ്മുടെ ബക്കിബോൾ അങ്ങനെയല്ല. ഇത് പല ലായകങ്ങളിലും ഈസിയായി അലിഞ്ഞുചേരും. ഇത് ശാസ്ത്രജ്ഞർക്ക് ഒരു വലിയ സഹായമാണ്. കാരണം ഇതിനെ പല രീതിയിൽ ഉപയോഗിക്കാനും പരീക്ഷണങ്ങൾ നടത്താനും ഇത് എളുപ്പമാക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഈ 5 സൂപ്പർ പവറുകളെക്കുറിച്ചും കേട്ടു. ഭയങ്കര കഴിവുകൾ തന്നെയുണ്ട്. പക്ഷേ ഇതൊക്കെ വെറും ലാബിൽ പറയാൻ മാത്രമുള്ളതാണോ? ഇതുകൊണ്ട് നമുക്ക് സാധാരണ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ട്. അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ആ അസാമാന്യമായ കരുത്ത് ഓർക്കുന്നില്ലേ? ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഘർഷണം തീരെയില്ലാത്ത, അതായത് അൾട്രാ ലോ ഫ്രിക്ഷൻ ലൂബ്രിക്കന്റുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് മെഷീനുകളുടെയും മറ്റും കാര്യക്ഷമതയും ആയുസ്സും കൂട്ടാൻ ഒരുപാട് സഹായിക്കും. ഇനി ആ ചാലകതയുടെ കാര്യം. ഒരു സ്വിച്ച് ഇടുന്ന പോലെ ഇൻസുലേറ്ററിൽ നിന്ന് സൂപ്പർ കണ്ടക്ടറിലേക്ക് മാറാനുള്ള കഴിവുണ്ടല്ലോ. അത് അടുത്ത തലമുറയിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, അതായത് ട്രാൻസിസ്റ്ററുകൾ, ഡയോഡുകളൊക്കെ ഉണ്ടാക്കാൻ വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. വളരെ ചെറിയ എന്നാൽ അതിശക്തമായ കമ്പ്യൂട്ടർ ചിപ്പുകൾ ഉണ്ടാക്കാൻ ഇത് വഴിയൊരുക്കും. അതുപോലെ പ്രകാശത്തെ നിയന്ത്രിക്കാനുള്ള ആ കഴിവില്ലേ, അത് ഫോട്ടോണിക്സ് എന്നൊരു ശാസ്ത്രശാഖയിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മുടെ കണ്ണിനെ തീവ്രമായ പ്രകാശത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒപ്റ്റിക്കൽ ലിമിറ്ററുകൾ മുതൽ പുതിയ തരം ലൈറ്റിംഗ് ഉപകരണങ്ങൾ വരെ ഇതിന്റെ സാധ്യതകളാണ്. ഇനി ഇതിന്റെ ആ കൂടുപോലത്തെ ഘടന, ഉള്ളിൽ പൊള്ളയാണല്ലോ. അതുകൊണ്ട് മെഡിക്കൽ ഫീൽഡിൽ ഇതൊരു സൂപ്പർ സ്റ്റാറാണ്. ശരീരത്തിനുള്ളിലെ രോഗം ബാധിച്ച കോശങ്ങളിലേക്ക് കൃത്യമായി മരുന്നെത്തിക്കാൻ ഒരു ചെറിയ വാഹനം പോലെ തന്നെ ഉപയോഗിക്കാം. അതുപോലെ MRI സ്കാനിംഗ് ഒക്കെ എടുക്കുമ്പോൾ കൂടുതൽ വ്യക്തമായ ചിത്രങ്ങൾ കിട്ടാനും ഇത് സഹായിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രധാനമായും 4 മേഖലകളിലാണ് ബക്കിബോൾ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നത്. ഒന്ന്, അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ്.
2 ഫോട്ടോണിക്സ്, 3 ബയോമെഡിസിൻ, പ്രത്യേകിച്ച് മരുന്നെത്തിക്കുന്ന കാര്യത്തിൽ. പിന്നെ 4-മതായി ഹൈ പെർഫോമൻസ് ലൂബ്രിക്കന്റുകളുടെ നിർമ്മാണത്തിലും. ഈ മേഖലകളിലൊക്കെ വലിയ മാറ്റങ്ങൾക്കാണ് ബക്കിബോൾ തുടക്കം കുറിക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത് ബക്കിബോളിന്റെ കഴിവുകളും അതിന്റെ ഇന്നത്തെ ഉപയോഗങ്ങളുമാണ്. പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല. ഇതിന്റെ സാധ്യതകൾ ഇതിലും എത്രയോ വലുതാണ്. അപ്പോ ഈ അത്ഭുത തന്മാത്രയുടെ ഭാവി എന്തായിരിക്കും? അപ്പോ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഈ കുഞ്ഞൻ കാർബൺ കൂടുകൾക്ക് ഇനി എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും? ശാസ്ത്രജ്ഞർ ഓരോ ദിവസവും പുതിയ പുതിയ സാധ്യതകൾ കണ്ടെത്തുകയാണ്. ഇതിന്റെ ഭാവി നമ്മുടെ ഭാവനയ്ക്കും അപ്പുറമായിരിക്കാം. നോക്കൂ, ഒരു സാധാരണ ഫുട്ബോളിന്റെ രൂപത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു തന്മാത്ര, അത് ശാസ്ത്രത്തിൽ തന്നെ ഒരു പുതിയ ലോകം തുറക്കുകയാണ്. ഏറ്റവും വലിയ ആശയങ്ങൾ ചിലപ്പോൾ ഏറ്റവും ചെറിയ പാക്കേജുകളിലായിരിക്കും വരുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ഇത്? അപ്പോൾ ഇനിയൊരു ഫുട്ബോൾ കാണുമ്പോൾ ഓർക്കുക, അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് വെറും കാറ്റല്ല, ഒരുപക്ഷേ നമ്മുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വലിയ ശാസ്ത്രമാണ്.